നമ്മുടെ ശൈത്യ സന്തോഷിനെ ആദ്യമായിട്ട് കട്ടപ്പ എന്ന് വിളിക്കുന്നത് ജനങ്ങളും പിന്നെ ഏഷ്യാനെറ്റും. അതിനോടൊപ്പം തന്നെ സ്വന്തം അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ശൈത്യയും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനൊരു പ്രൂഫാണ്. ഏഷ്യാനെറ്റ് ബിഗ് ബോസിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അത് സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റായിരുന്നു, നിൻ്റെ പിന്നാലെ നടക്കാനല്ല നിൻ്റെ പിന്നിൽ നിന്ന് കുത്താനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നൊരു പോസ്റ്റ് ഏഷ്യാനെറ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗസ് ദ കണ്ടസ്റ്റൻറ്റ്, ആരാണ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ളത് നമ്മൾ ഗസ് ചെയ്യാം. അപ്പം ഒരുപാട് ആൾക്കാർ പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാ? കട്ടപ്പ ആരാ? ശൈത്യ. ഒബ്വിയസ്ലി എല്ലാവരും ശൈത്യയുടെ പേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശൈത്യ സന്തോഷ്. ആരാണ് കട്ടപ്പ എന്ന് അല്ലെങ്കിൽ ആരാണ് ആ കണ്ടസ്റ്റൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ ശൈത്യയുടെ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശൈത്യയുടെ അമ്മയും ആ ഒരു പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നാട്ടുകാർ വിളിച്ചു, പിന്നെ ഏഷ്യാനെറ്റ് വിളിച്ചു, ശൈത്യ അത് സമ്മതിച്ചു, ശൈത്യയുടെ അമ്മയും വിളിച്ചു. ഇത്രയും കാര്യങ്ങൾ പുറത്ത് നടന്നിട്ട് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ശൈത്യയുടെ അതിൻ്റെ പേരിൽ കുറച്ച് ശൈത്യ അവിടെ കാണിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നെഗറ്റീവ്സും കുറച്ച് ട്രോളുകളും ഒക്കെ എന്തായാലും മസ്താനിക്കുള്ളത്രയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും കുറച്ചൊക്കെ ശൈത്യ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശൈത്യ അതെല്ലാം അനുഭവിച്ചു. കുറേയൊക്കെ ശൈത്യക്ക് എന്നാലും ശൈത്യ ഫ്രണ്ടിൽ വന്നിട്ട് അനുമോളെ കുറ്റം പറയാവുന്നിടത്തെല്ലാം കുറ്റം പറയുന്നുണ്ടായിരുന്നു, നെഗറ്റീവ് പറയാവുന്നിടത്തെല്ലാം നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. കയറി വരുന്ന സമയത്തും അനീഷേട്ടനെ അനുമോളുടെ കല്യാണം ഞാൻ നടത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ശൈത്യ കയറിപ്പോയത്. എന്നിട്ട് ആ ഒരു ഹൗസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ശൈത്യക്ക് എന്തായിരുന്നു പ്രശ്നം? അതുവരെ ഇല്ലാത്തൊരു ഡ്രാമ, നാടകം, നീ കാരണം, നീ ആ പേര് വിളിച്ചത് കൊണ്ട് നിൻ്റെ PR എന്നെ പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുമോളെ പറയാനൊന്നും ബാക്കിയില്ല. നമ്മളത് കണ്ടതാണ്. ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി അത് വീണ്ടും കുത്തിപ്പൊക്കുന്നില്ല. പക്ഷേ ഇവൺ ദോ ശൈത്യ ഇതെല്ലാം പുറത്ത് നടന്ന ശൈത്യയുടെ അമ്മയും ശൈത്യ ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്തു. നാട്ടുകാരായിരുന്നു വിളിച്ചത്. അതേപോലെ ഏഷ്യാനെറ്റും അത് കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്തു. ഇത് PR അല്ല എന്നും ശൈത്യയ്ക്ക് അറിയാവുന്നിട്ടും അനുമോളെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശൈത്യ കളിച്ച ഒരു ഡ്രാമ ഉണ്ടല്ലോ, അത് എന്തിനായിരുന്നു എന്നാണ് മനസ്സിലാവാത്തത്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാർ ഇത് കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും, അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചതേ ഉള്ളൂ. ശരിക്കും ശൈത്യ അക്സെപ്റ്റ് ചെയ്തതാണ്, ശൈത്യയാണ് കട്ടപ്പ, അത് ശൈത്യയ്ക്ക് അറിയാം. അങ്ങനെ ശൈത്യയ്ക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ശൈത്യ പോയിട്ട് ആ ഒരു ഇതിനകത്ത് ശൈത്യ കമൻറ്റ് ചെയ്തത് ശൈത്യയാണെന്ന്. ശൈത്യയുടെ അമ്മ കൊച്ചാട്ട ഇതെൻ്റെ മോൾ ശൈത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്തിട്ട് പിന്നെ അകത്ത് കയറി അനുമോളെ അത്രയും ടോർച്ചർ ചെയ്ത് അതിൻ്റെ പേരില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി വിക്ടിം കാർഡ് കളിച്ചത് എന്തിനായിരുന്നു ശൈത്യ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അതൊന്ന് ചോദിക്കണം തോന്നി. ശൈത്യ ഇതുവരെ സാമൂഹ്യ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആഫ്റ്റർ ദ ബിഗ് ബോസ്. അപ്പോൾ എപ്പോഴാണ് വരിക എന്നറിയത്തില്ല. എപ്പോഴെങ്കിലും വരുമ്പോൾ ഈ ഒരു കാര്യം ശൈത്യ ചെയ്തത് ശൈത്യക്ക് ഓർമ്മ കാണത്തില്ല, ഓർമ്മയില്ലാതെ ആയിരിക്കും മേ ബി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനത്തെ ഡ്രാമ കാണിച്ചതും അനുവിനെ അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ടോർച്ചർ ചെയ്തതുമെന്ന് തോന്നുന്നു.